ആ രക്ഷിതാവിൻ്റെ പേര് അല്ലാഹ് എന്നാണ്. അത് പറയാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പറയാം. ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ, ലാ ഇലാഹ ഇല്ലൽ മലിക്, ലാ ഇലാഹ ഇല്ലൽ ഗഫൂർ. ഷഹാദത്താവൂല. ഷഹാദത്ത് ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ അല്ലാഹ് എന്ന് ഉച്ചരിച്ചേ പറ്റൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കാരം തുടങ്ങുന്നത് അല്ലാഹ് എന്ന ഇസ്മ കൊണ്ടാണ്, നിസ്കാരം അവസാനിക്കുന്നതും അല്ലാഹു കൊണ്ടാണ്. അല്ലാഹു അക്ബർ തുടങ്ങിയപ്പോൾ അല്ലാഹ് എന്നാണ് അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് തുടങ്ങുന്നത് അല്ലാഹു കൊണ്ടാണ്, അവസാനിക്കുന്നത് അല്ലാഹു കൊണ്ടാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സുകൊണ്ട് ചുണ്ടുകൊണ്ടൊരാൾ പറയുന്നത് പോലും അറിയാത്ത രീതിയിലാണ് ആ ഇസ്മിൻ്റെ ഹർഫുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. അള്ളാഹ് എന്നൊരാൾ ചുണ്ടനങ്ങാതെ ഒരാൾക്ക് അള്ളാഹ് എന്ന് പറയാൻ പറ്റും. ഒരു സദസ്സിലിരിക്കുകയാണ്, മെല്ലെ പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും ചുണ്ടനങ്ങൂല. അത് ഖൽബിൽ കിടക്കുന്ന വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച്, അവരൊക്കെ പറഞ്ഞത് തത്വജ്ഞാനങ്ങളാണ്, ഹിക്മകളാണ്. ആ ഹിക്മകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ദിക്റുകളിൽ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. മനുഷ്യൻ അഭയം പ്രാപിക്കുന്നത് ഈ അള്ളാഹുവിലേക്കാണ്. മനുഷ്യന് ഓടിച്ചെല്ലാനുള്ളതും ഈ അള്ളാഹുവിലേക്കാണ്. കരുണാവാരിധിയായ അള്ളാഹു, ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. 9 ജുംലകളിൽ അള്ളാഹു ആരാണ് എന്ന് പറഞ്ഞ ആ ആയത്താണ് ഖുർആനിലെ അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. അതിലെന്താണ് ചർച്ചാ വിഷയം? അള്ളാഹു ആരാണെന്നാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം നിലനിർത്തുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് ഉറക്കമോ തൂങ്ങിയുറക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, പ്രപഞ്ചത്തിലുള്ള സർവ്വതും അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ പറ്റും? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിൽ കഴിഞ്ഞതും പിന്നിൽ വരാനിരിക്കുന്നതും എല്ലാം അവനറിയാം. ലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവ് മനസ്സിലാക്കാൻ മനുഷ്യരെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയുകയുമില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ അധികാരം പ്രപഞ്ചലോകങ്ങളെക്കാളും അപ്പുറത്താണ്. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതൊന്നും അള്ളാഹുവിൻ്റെ ഒരു പ്രശ്നമേ അല്ല. വഹുവൽ അലിയ്യുൽ അദീം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം, അള്ളാഹു അലിയാൻ, മഹോന്നതനാണ്. അള്ളാഹു അദീമാൻ, മഹത്വമുടയവനാണ്. ആരെപ്പറ്റിയാണ് ഈ പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ചാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം തന്നെ അത് അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്നു എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. എന്നിട്ട് ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുവരെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, കരുണാവാരിധിയുമായ അള്ളാഹുവേ. മാലിക് യൗമിദ്ദീൻ, വിചാരണ നാളിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹുവേ നീ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് റബ്ബേ ഞങ്ങൾക്ക് സഹായം അർത്ഥിക്കാനുള്ളത്, നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞിട്ട് പറയാൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് വഴി നടത്തി തരണമേ.
സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം, ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല, വലദ്ദാലീൻ, വഴിപഴച്ചു പോയവരുടെ മാർഗവുമല്ല, നിന്റെ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തേണമേ. അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്മുൽ ജലാലയാണത്. കലിമത്തു തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, വാങ്കുവിളിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന അള്ളാഹ് എന്ന ഇസ്മാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് ഈ ഇസ്മിന് വലിയ പ്രത്യേകതയുണ്ട്. യുസാഹു ബിറജുലിൻ മിൻ ഉമ്മതി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ പേര് വിളിച്ചു പറയപ്പെടും. ഫയുൻഷറു ലഹു 99 സിജില്ല, ആ മനുഷ്യന് 99 പേജുകളുള്ള ഒരു ഗ്രന്ഥം അവിടെ നൽകപ്പെടും. ആ ഗ്രന്ഥം മറ്റൊന്നുമല്ല, അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മാത്രമാണ്. കുല്ലു സിജില്ലിൻ മിൻഹാ മദ്ദുൽ ബസർ, കണ്ണിൻ്റെ കാഴ്ച എവിടെ അവസാനിക്കുന്നുവോ അത്രയും നീളമുള്ള ഓരോ പേജ്, അങ്ങനെ 99 പേജുകളുള്ള കിതാബാണ് മനുഷ്യന് നൽകപ്പെടുന്നത്. ثم يقال, അതൊക്കെ വായിക്കാം. ഇന്ന ലക ഇൻദനാ ഹസന, അന്നേരം ആ മനുഷ്യനോട് പറയപ്പെടും, നിനക്കൊരു നന്മ എൻ്റെ കയ്യിലുണ്ട്. വഇന്നഹു ലാ ദുൽമ അലൈക്, നിന്നോടിന്ന് അതിക്രമം ചെയ്യപ്പെടുകയില്ല. ഫയുഖ്റജു ലഹു ബിതാഖ, ആ മനുഷ്യന് ഒരു കടലാസിൻ്റെ കഷ്ണം, ഒരു ബിതാഖ, ഒരു കാർഡ്, ഒരു കടലാസിൻ്റെ കഷ്ണം എടുത്തു കൊടുക്കും. ഫീഹാ, ആ കടലാസിൽ ഉണ്ടാകും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മനുഷ്യൻ്റെ കൽബ് കൊണ്ട് അയാൾ അല്ലാഹു ഏകനാണെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അബ്ദാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്, അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിൻ്റെ തിരുദൂതരാണ്. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നൊരു മനുഷ്യനായതിൻ്റെ പേരിൽ ആ ഈമാൻ ഒരു കടലാസിൻ്റെ കഷ്ണത്തിൽ എഴുതി വെക്കപ്പെട്ട് അവിടേക്ക് നൽകപ്പെടുകയും ഇയാളെ ചോദിക്കും, യാ റബ്ബ് മാ ഹാദിഹിൽ ബിതാഖ മഅ ഹാദിഹി സിജില്ലാത്ത്, കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടുകിടക്കുന്ന 99 പേജുകളുള്ള ഓരോ പേജും മദ്ദുൽ ബസർ, മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച എവിടെയാണോ അവസാനിക്കുന്നത് അത്രമേൽ നീണ്ടു നിൽക്കുന്ന കടലാസ് വലിയ വലിയ പേജുകളുടെ അരികത്തേക്ക് ഈ കൊച്ചു കടലാസിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ട്, എന്താണ് റബ്ബേ? ആ മനുഷ്യനോട് മലക്കുകൾ പറയും, ഇന്നക ലാ തുദ്ലം, ഇവിടെ നിന്നോട് അതിക്രമങ്ങൾ കാണിക്കപ്പെടുന്നില്ല, നിന്നോടൊരു ദുൽമും ചെയ്യാൻ പോകുന്നില്ല, നിനക്ക് അർഹിക്കുന്ന നിനക്ക് ലഭിക്കണ്ടേ. ഫതൂദഉ സിജില്ലാതു ഫീ കിഫത്തിൻ, തുലാസിൻ്റെ ഒരു തട്ടിൽ ഈ 99 പേജുകളുള്ള ഗ്രന്ഥം വെക്കപ്പെടുകയും വൽ ബിതാഖതു ഫീ കിഫത്തിൻ, ആ ഒരു കാർഡ് മറ്റൊരു തട്ടിലും വെച്ചു കൊടുത്താൽ ഫതാശത്തി സിജില്ലാതു വസഖുലത്തിൽ ബതാഖ, ആ കിതാബുകളുള്ള തട്ട് ഖനം കുറയുകയും ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ഷഹാദത്തിൻ്റെ വചനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന വസഖുലത്തിൽ ബിതാഖ, ആ 99 പേജുള്ള ഗ്രന്ഥം, കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടുകിടക്കുന്ന പേജുകൾ, പക്ഷേ ഒരു കലിമത്തു ഷഹാദത്തിൻ്റെ ഒരു കടലാസിൻ്റെ കഷ്ണം കൊണ്ട് ഇവയെല്ലാം ഭാരം കുറയുകയും ഇതിന് ഭാരക്കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. ഇതിന് ആലിമീങ്ങൾ പറയാം, ഖൽബിൽ അങ്ങനെ ഈമാനുള്ള മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ഉറച്ച ഈമാൻ വേണം. എന്ത് നിരീശ്വരവാദം പറഞ്ഞാലും ഇളകാത്ത ഈമാൻ വേണം. അവനാണ് ആരാധനക്കർഹനായവൻ. എൻ്റെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് എന്ത് തെറി വിളിച്ചാലും എൻ്റെ റസൂൽ എൻ്റെ റബ്ബിൻ്റെ അബ്ദും എൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ്, എൻ്റെ നബിയാണ് എന്ന് ഖൽബ് കൊണ്ടൊരു മനുഷ്യൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ അഖീദയാണ് നാളെ വിജയിക്കുന്നത്. നല്ല വെറുതെ ഞാനും മുസ്ലിമാന്ന് പറഞ്ഞു നടന്നു, ഖൽബിനുള്ളിൽ ഈമാൻ ഇല്ലെങ്കിൽ ഇതൊന്നും അവിടെ കിട്ടൂല. ഇത് കിട്ടണമെങ്കിൽ ഖൽബിനുള്ളിൽ ഈമാൻ ഉറക്കണം. അത്രമേൽ ഭാരമുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞു, ചില ആളുകൾ വന്ന് പറഞ്ഞു, അല്ല ഇമാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നു എന്നല്ലേ ഹദീസ്, അങ്ങനെയല്ലേ ആൾക്കാരൊക്കെ പറയുന്നത്? പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. പക്ഷേ മൻ ഖാലഹ വഅദ്ദ ഹഖ്ഖഹ വഫർളഹ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹഖ്, അതിനവകാശപ്പെട്ടത് നിർവഹിക്കുകയും ചെയ്യണം. എന്തായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നാവ് കൊണ്ട് പറയുന്നു, അവൻ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അത് കിട്ടാനാണ്? അത് പറയുക എന്ന നാവ് കൊണ്ടുള്ളൊരു അധര വ്യായാമമല്ല. വഅദ്ദ ഹഖ്ഖഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന് അവകാശപ്പെട്ടത് എന്തൊക്കെയുണ്ട് അതൊക്കെ വകവെച്ച് കൊടുക്കുകയും വേണം. അതിൻ്റെ ഹക്കും ഫറളൊക്കെ വിട്ടിക്കൊടുത്താൽ ദഖലൽ ജന്ന, അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളോട് ഇതേപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കടക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവ്വലും ആഖിറും അങ്ങനെയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മളതാ പറയുന്നത് ചെവിയിൽ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ നാമമാണ് ഉച്ചരിക്കുന്നത്. ചെവിയിൽ ആദ്യമായി കേൾക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ആദ്യം കേൾക്കുന്ന വാക്ക് അല്ലാഹുവാണ്. ദുനിയാവിൽ ഒരു മനുഷ്യൻ അവസാനം പറഞ്ഞു പോകേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇസ്മാണ്. തുടക്കം അള്ളയാണ്, മരണവും അള്ളാഹ് എന്ന ഇസ്മിലാണ്. അവസാന കലിമത്ത് എന്ന് പറയുന്നതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചൊല്ലി കൊടുക്കും. പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പാ, അല്ലെ വാപ്പ, വല്ലിപ്പ, വല്ലിമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ര മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഇസ്മ അത് കൂടെ പിടിച്ചാൽ ആ ഇസ്മ കൊണ്ട് അള്ളാഹു നമുക്ക് അഭയം തരും. ആ ഇസ്മ കയ്യിലുണ്ടോ അള്ളാഹു ഐശ്വര്യം തരും. ആ ഇസ്മ കൂടെയുണ്ടോ അത് ബറക്കത്താണ്. ആ ഇസ്മ നമ്മുടെ ഖൽബിലുണ്ടോ അത് നൂറാണ്. ആ ഇസ്മ നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മുടെ ശക്തിയാണ്. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല, ആ ഇസ്മിൻ്റെ മഹത്വം അള്ളാഹു തആല സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗം ഹുവല്ലാഹ്. നിങ്ങൾ ആ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ലയോ? അവനാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമേ ഇല്ല. അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഈ ഇസ്മുകളെല്ലാം അവകാശപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനാണ്. അള്ളാഹു മലിക്കാണ്, രാജാവാണ്. അൽ ഖുദ്ദൂസ് പരിശുദ്ധനാണ്. അസ്സലാമു സമാധാനമാണ്. അൽ മുഅ്മിനു അൽ മുഹൈമിൻ, അള്ളാഹു സാക്ഷിയായവനാണ്. അള്ളാഹു അഭയം നൽകുന്നവനാണ്. അൽ അസീസ്, അവൻ അധികാരിയാണ്. അൽ ജബ്ബാറു, പരമാധികാരമുള്ളവനാണ്. അൽ മുതകബ്ബിറു, അഹങ്കരിക്കാൻ അവകാശമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ് അർത്ഥം അതാണ്. അള്ളാഹുവേ, നിനക്കൊരു ന്യൂനതയുമില്ലാതെ, നഖ്സിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഇല്ലാതെ ഖമാലിൻ്റെ വിശേഷണങ്ങൾ മുഴുവൻ ഒത്തിണങ്ങിയവനെ അള്ളാഹുവേ. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്കിനർത്ഥം. ഒരു കുറവും നിനക്കില്ല റബ്ബേ, ഒരു ന്യൂനതയും നിന്നെ യേശുന്നില്ല റബ്ബേ. നീ കാമിലാണ്, നീ കാമിലാണ്. പരിപൂർണതയുടെ എല്ലാ ഗുണങ്ങളും അല്ലാഹുവേ നിന്നിലുണ്ട്. ഞങ്ങൾക്കാണ് ന്യൂനത. നമ്മൾ ഉറങ്ങുന്നവരാ, നമ്മൾ തളരും. അല്ലാഹുവാണെങ്കിലോ ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ഒരു തൂങ്ങിയുറക്കം പോലും അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. അല്ലാഹു അശേഷം ക്ഷീണിക്കുന്നവനല്ല. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഈ അല്ലാഹു ഉണ്ടായിരിക്കെ നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളിലേക്ക് പോവുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഹുവല്ലാഹ്, വീണ്ടും പറയും, അവനാണ് അല്ലാഹു. അൽ ഖാലിഖു, അവനാണ് സൃഷ്ടിച്ചത്. അൽ ബാരിഉ, ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവരുന്നത് അവനാണ്. അൽ മുസവ്വിറു, എല്ലാറ്റിനും രൂപങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, എല്ലാ മനോഹരങ്ങളായ നാമങ്ങളും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്.
ഇത് നിങ്ങളാരും പറഞ്ഞില്ലെങ്കിലും യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശലോകങ്ങളിലുള്ള മുഴുവനും സർവ്വതും അള്ളാഹുവിൻ്റെ മഹത്വം പുകഴ്ത്തി പാടിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവ്വഗോളങ്ങളും ജീവജാലങ്ങളും പക്ഷികളും മൃഗങ്ങളും സമുദ്രങ്ങളിലെ മത്സ്യങ്ങളും എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. വഹുവൽ അസീസുൽ ഹകീം, അവൻ അധികാരിയാണ്. അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. സൂറത്തുൽ ഹശറിൻ്റെ 23-24 ആയത്തുകൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ അള്ളാഹുവിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.